മലപ്പുറത്ത് സ്വർണ്ണാഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് 117 പവൻ സ്വർണം കവർന്ന കേസിൽ 3 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണ്ണമാണ് ജീവനക്കാരനായ സിവേഷ് സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായത്തോടെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമായ മലപ്പുറത്തെ നിഖില ബാങ്കിൾസിലെ ജീവനക്കാരനാണ് കേസിലെ മുഖ്യപ്രതി സിവേഷ്. പോക്സോ ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയായ സിവേഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. മഞ്ചേരി ഭാഗത്തെ കടകളിൽ ആഭരണം വിൽപ്പന നടത്തി ശേഷിക്കുന്ന 117 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ മലപ്പുറത്തെ കടയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സിവേഷിന്റെ സഹോദരൻ ബെൻസുവും സുഹൃത്ത് ഷിജുവും സ്വർണം കവർന്നത്. സിവേഷിന്റെ തന്നെ ആസൂത്രണത്തിലായിരുന്നു ഈ ശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായിട്ടും 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. മഞ്ചേരി കാട്ടുങ്ങലിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് സ്കൂട്ടർ നിർത്തിയപ്പോൾ അവിടേക്കെത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കവർന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ പ്രതികളായ സഹോദരങ്ങളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കവർച്ചാ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടാൻ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ വാഹനം പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോയെടുത്ത് പോലീസിന് കൈമാറി. തുടർന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതികളെ കണ്ടെത്തി. ആസൂത്രിത കവർച്ചയിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.